ഞാൻ എന്താന്ന് വരെ മനസ്സിലായത് എനിക്ക് ഇവിടെ വന്നിട്ടാ. ഞാൻ കുറെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട്. അത് ഞാനല്ല. ബൈസ്റ്റാൻഡർ ആയിട്ടാണ് ഐശ്വര്യ കടന്നു വന്നത്. അതിൽ നിന്നും പേഷ്യൻ്റായി ചികിത്സയിലേക്ക് കയറി എന്നുള്ളത് എന്തായാലും ഫലവത്തായി. അതെ അതെ ആയി. അത് ഇവിടുത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് തന്നെയാണ് പേഷ്യന്റ് ആവാന്നൊരു ചിന്ത തന്നെ വന്നത്. ഉവ്വ്. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമൊക്കെ ആയി. കാരണം 400 ഒക്കെ ഷുഗർ ഉള്ള ആൾക്കാർ വന്നിട്ട് 160 ഒക്കെ 7 ഡേയ്സിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എന്താ തോന്നുന്നത് അവനവന്റെ ശരീരത്തെക്കുറിച്ച്? എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതം അത്. കാരണം നമ്മൾ വിചാരിക്കില്ലല്ലോ, നമ്മളൊന്നും ചെയ്യുന്നില്ല, മരുന്ന് പോലും കഴിക്കുന്നില്ല, ഫുഡ് നോർമൽ ഫുഡ് കഴിക്കുന്നേ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ബോഡി തന്നെ ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു. പിന്നെ അത് വിസിബിളാ, എല്ലാം കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതം അത്. ദുഃഖത്തിനോടൊരു പ്രേമം കൂടാൻ തുടങ്ങിയിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ, എനിക്കിങ്ങനെ നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ ആലോചിച്ചിട്ട് എന്ത് ഇഷ്ടമായിരുന്നു അറിയോ. ആ വിഷയങ്ങളെയൊക്കെ ഇപ്പൊ നോക്കി കാണുമ്പോ എന്താ തോന്നുന്നത്? കോമഡി ഉണ്ടായിരുന്നു. എന്തിന്റെ കേടായിരുന്നു എന്ന് തോന്നുന്നു. വാട്ടർ ഫാസ്റ്റിംഗ് എത്തിയപ്പോഴാണ് അറിഞ്ഞത് എന്റെ ബോഡിയിൽ ഫുൾ കബ്ബായിരുന്നു. ഓക്കെ. അത്രയും ഛർദ്ദിച്ച് ഞാൻ അങ്ങോട്ട് ഇല്ലാതായി കുറേ കപം പോയി. കുറേ പോയി. അപ്പം എന്തുകൊണ്ട് ഭയങ്കര ബെനിഫിറ്റ് എനിക്ക് തോന്നിയത് ഡോക്ടറുടെ അച്ഛൻ പറഞ്ഞ കാര്യം. അതായത് ജീവനോടെ ഉണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. ആ ബോഡിയുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് മൈൻഡ് എന്തോരം സഹായിച്ചു? അതായത് എന്റെ മാത്രം ആവശ്യമാണല്ലോ. അപ്പൊ മൈൻഡ് ഫുള്ള് സഹകരിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ശരി ശരി. വളരെ ആത്മാർത്ഥമായിട്ടാണ് ചികിത്സയിലേക്ക് കയറിയിട്ടുള്ളത്. ഓക്കെ. ഈ ഭാഗമൊന്നും ഫീൽ ചെയ്യും എനിക്ക്. എൻ്റെ ഒരു കിഡ്നി ഇവിടെ ഉണ്ട്, ലെൻസ് ഇവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു ഹോള് മാത്രമേ തുറന്നിരിക്കും. മൂക്ക്. പക്ഷെ ഇപ്പം രണ്ടും ഓപ്പൺ. വെരി നൈസ്. അതെ അതെ. അത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാ ഒരു 3rd 4th ആ ഒരു സമയം തൊട്ടേ. ശരി. എന്താ ഒടുക്കത്തെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഇപ്പൊ ജീവിതത്തിൽ നിന്നും പോകുന്നത്. ശരിക്കും. നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം വളാഞ്ചേരിയിൽ നിന്ന് ഐശ്വര്യ ഉണ്ട്. ഐശ്വര്യ ഇപ്പോൾ ഒരു 22കാരിയാണ്. ചില 23 കോഴ്സുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലിക്കൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഐശ്വര്യ ജീവനത്തിൽ കുറച്ച് ദിവസത്തെ ഒരു 2 ആഴ്ചയാണ് ചികിത്സ എടുത്തിട്ടുള്ളത് അല്ലേ? ശരിക്കും 21 ഡേയ്സിനാണ് വന്നത്. വന്നിട്ടുള്ളത് ബൈസ്റ്റാൻഡർ ആയിരുന്നു ഒരു വീക്ക്. പിന്നെ 40 ഡേയ്സ്. 14 ഡേയ്സ് പിന്നെ ചികിത്സാർത്ഥിയായിട്ട് കയറി. ഐശ്വര്യ ശരിക്കും പ്രകൃതി ചികിത്സയിലേക്ക് വന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തു. എൻ്റെ പേര് ഐശ്വര്യ. എനിക്ക് 23 വയസ്സാണ്. ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കോച്ചിങ് എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്ന സത്യം പറഞ്ഞാൽ ആര്യയുടെ ബൈസ്റ്റാൻഡർ. പിന്നെ രാവിലെ നീക്കുക, കാര്യങ്ങളൊക്കെ റെഗുലർ ആക്കുക, വന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചിട്ടപ്പെടുത്തുക അത്രമാത്രം. പിന്നെ മെഡിറ്റേഷൻ, യോഗ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് വന്നത്. പിന്നെ ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമൊക്കെ ആയി. കാരണം 400 ഒക്കെ ഷുഗർ ഉള്ള ആൾക്കാർ വന്നിട്ട് 160 ഒക്കെ 7 ഡേയ്സിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും എനിക്കും ഒരു തെറാപ്പി, മെന്റലിയും ഫിസിക്കലിയും തെറാപ്പി തരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം സ്വന്തമായിട്ട്. പ്രത്യേകിച്ച് വലിയ രോഗമൊന്നുമില്ല ഐശ്വര്യക്ക്. വെയിറ്റ് ഗെയിൻ ഒരു ലക്ഷ്യമുണ്ട്. പിന്നെ ഷോൾഡറിൽ വർഷങ്ങളായിട്ട് ഇവിടെ നീരുണ്ട്. ശരി. അപ്പൊ അത് രണ്ടും ഇതാക്കിയിട്ടു. ഓക്കെ. പിന്നെ എന്തൊക്കെ ഫിസിക്കലായിട്ട് വേറെ എന്തൊക്കെ എന്തെങ്കിലും ഡിസ്കംഫർട്ടുകൾ ഉണ്ടായിരുന്നോ? അത് ഞാൻ ഫാസ്റ്റിംഗ് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പൊ ആര്യയുടെ ഒപ്പം തന്നെ ഞാനും ഫാസ്റ്റിംഗ് എടുത്തു. അന്ന് ഞാൻ പേഷ്യന്റ് ആയിരുന്നില്ല. അപ്പൊ എടുത്തു വന്ന് വാട്ടർ ഫാസ്റ്റിംഗ് എത്തിയപ്പോഴാണ് അറിഞ്ഞത് എന്റെ ബോഡിയിൽ ഫുൾ കബ്ബായിരുന്നു. ഓക്കെ. അത്രയും ഛർദ്ദിച്ച് ഞാൻ അങ്ങോട്ട് ഇല്ലാതായി കുറേ കപം പോയി. കുറേ പോയി. അപ്പം എന്തുകൊണ്ട് ഭയങ്കര ബെനിഫിറ്റ് എനിക്ക് തോന്നിയത്. എന്തായാലും ഒരു ചികിത്സ ശരീരത്തിൽ നടക്കുമെന്നുള്ളത് ഉറപ്പായി. അപ്പോഴാണ് എന്തായാലും പേഷ്യന്റ് ആയിട്ട് തന്നെ കയറാം എന്നുള്ള തീരുമാനത്തിലേക്ക്. ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും, ഇനി വരുമ്പം ഇങ്ങനെ നാവ് കളർ ഇങ്ങനെ മാറും, ടേസ്റ്റ് പോവും. അത് കറക്റ്റ് ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങി. ഓക്കെ. ഭയങ്കര അത്ഭുതം. എന്താണ് ശരീരത്തിന്റെ ഈ സ്വയം ചികിത്സ കുറിച്ചിട്ട് ഐശ്വര്യക്ക് എന്താ പറയാനുള്ളത്? കാരണം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതുവരെ ഉണ്ടായിരുന്നിരിക്കില്ലല്ലോ. ഉള്ളില് ശരീരം സ്വയം ഹീൽ ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് അറിയുന്നുണ്ടായില്ല. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ ഹീൽ ചെയ്യുന്നത്, ഇപ്പോൾ ഈ ടങ്കിൽ കോട്ടിങ് വരാനോ അല്ലെങ്കിൽ ഛർദ്ദിക്കാനോ ഒന്നും നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ഓരോ പ്രത്യേക സമയത്തുമ്പോൾ ശരീരം തനിയെ ഇങ്ങനെ ഒരു ക്ലെൻസിങ് ചെയ്ത് പോകുന്നു. ഇത് കണ്ടപ്പോൾ എന്താ തോന്നുന്നത് അവനവന്റെ ശരീരത്തെക്കുറിച്ച്? എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതം അത്. കാരണം നമ്മൾ വിചാരിക്കില്ലല്ലോ, നമ്മളൊന്നും ചെയ്യുന്നില്ല, മരുന്ന് പോലും കഴിക്കുന്നില്ല, ഫുഡ് നോർമൽ ഫുഡ് കഴിക്കുന്നേ, പിന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ബോഡി തന്നെ ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു. പിന്നെ അത് വിസിബിളാ, എല്ലാം കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതം അത്. എന്തായാലും സ്വന്തം ശരീരത്തെ നോക്കിയിട്ട് അത്ഭുതപ്പെടുന്നത്, വേറെ ഒന്നിനുമല്ല. അപ്പൊ എന്തായാലും ബോഡിക്ക് അങ്ങനെ വലിയൊരു ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? തിരിച്ചറിഞ്ഞു. ഓക്കെ. ഇനി ഇമോഷണലി ഐശ്വര്യ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വളരെയധികം ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് കളയുന്ന ഒരാളും കൂടിയാണ്. അതെന്തോരം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? അതെനിക്ക് ഫുൾ ബുദ്ധിമുട്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് എക്സ്പ്രസ് ചെയ്ത് എൻ്റെ എന്തോ കുറയും, എൻ്റെ കയ്യിൽ നിന്ന് എന്തോ പോകും. എക്സ്പ്രസ് ചെയ്ത് ഒരു കുറച്ചിലാണെന്നുള്ളൊരു. ഓക്കെ. അത് ഇതൊന്നും ശക്തിയില്ല അങ്ങനെയൊക്കെ പറയുന്ന വിചാരമായിരുന്നു. ഞാൻ എന്താന്ന് വരെ മനസ്സിലായത് എനിക്ക് ഇവിടെ വന്നിട്ടാ.
ഞാൻ കുറെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട്, അത് ഞാനല്ല. ഐശ്വര്യ വിചാരിച്ചിരുന്നത് ഭയങ്കര സെൽഫ് ലവ് ഒക്കെ ഉള്ള ഒരാളാണെന്നാണ്. പക്ഷെ വാസ്തവത്തിൽ മനസ്സിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് ഇപ്പൊ തിരിച്ചറിയാം. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഉം. അതാണ് എന്റെ ഇഷ്ടം, എന്റെ സന്തോഷം. എന്റെ സന്തോഷം. അതല്ല എന്ന് തിരിച്ചറിഞ്ഞ ഇവിടെ എത്തിയിട്ടാ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഉള്ളിലുള്ള ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്നു. ഒന്നും ഉള്ളിൽ നിന്ന് കളയുന്നില്ല. സപ്രസ് ചെയ്ത് വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന് എന്തോ ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഇപ്പൊ മനസ്സിലാക്കിയത്. ഒരുപാട്. കാരണം എനിക്ക് ഷോൾഡർ വേദനയൊക്കെ അതിന്റെ ഭാഗമായിട്ടാന്ന് പറഞ്ഞു. പിന്നെ അതല്ലാതെ എനിക്ക് ഭയങ്കര എപ്പോഴും ക്ഷീണിച്ച് എവിടെയെങ്കിലും തൂങ്ങി ഇങ്ങനെ മറിഞ്ഞ്, അല്ലാതെ ഒരു എനർജറ്റിക്കേ അല്ലായിരുന്നു ഞാൻ. അപ്പൊ അതൊക്കെ ഇവിടെ വന്നിട്ട് അത് തെറാപ്പിക്ക് മുന്നേ തന്നെ മാറി. ആ ലൈഫ് സ്റ്റൈലൊക്കെ എന്തായപ്പോ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഒരു ശരി. ഇത് ഇപ്പൊ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യൂ തന്നെ മാറി എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. വരുന്നതിന് മുൻപുള്ള ഒരു മാനസികാവസ്ഥയും ലൈഫിനെ കുറിച്ചിട്ട് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഈ ചികിത്സയ്ക്ക് ശേഷമുള്ള ഒരു അവസ്ഥ എന്താണ് വ്യത്യാസം? വരുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ വരെ എനിക്ക് ഭയങ്കര പേടിയാ. ഉം. അതായത് കേൾക്കുമ്പോൾ ഇതിപ്പോ എന്തിനാ പേടിക്കണേന്ന് തോന്നും. പക്ഷെ ഞാൻ വെറുതെ പേടിച്ചത് ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെയൊക്കെയാ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ലെറ്റ് ഇറ്റ് ഗോ വിത്ത് ഫ്ലോ എന്ന്. അതെ. അതിനും ഒരു പ്രാധാന്യം ഉണ്ട്. ആ ഒരു പ്രത്യേക വിഷയത്തിനും ഈ പ്രകൃതിയിൽ ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിയിലേക്ക് അത് വേറൊരു പേഴ്സ്പെക്റ്റീവ്. അതായത് ഒരു ബുദ്ധിമുട്ട് കാരണം എന്തൊക്കെ പോസിറ്റീവ് ഡോക്ടർ എന്ന് ചോദിച്ചില്ലേ, ആ കാര്യം ഞാൻ ഒരുപാട് ചിന്തിച്ചു. പിന്നെ ഡോക്ടറുടെ അച്ഛൻ പറഞ്ഞ കാര്യം, അതായത് ജീവനോടെ ഉണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. കാരണം ഞാൻ എക്സാം ബുദ്ധിമുട്ടായ പ്രശ്നം അല്ലെങ്കിൽ എക്സാം ഈസി ആ പ്രശ്നം ഒക്കെ എനിക്ക് പ്രശ്നങ്ങളാണ്. അനിയത്തിയായിട്ട് തല്ലുകൂടിയ പ്രശ്നം, ആ പ്രശ്നം, അവര് തമ്മിൽ തല്ലുകൂടി എനിക്ക് പ്രശ്നം. അതെ, ഹോസ്റ്റലിൽ എന്തെങ്കിലും വിഷയങ്ങൾ നടന്ന പ്രശ്നം, എല്ലായിടത്തെയും വിഷമങ്ങൾ ഉണ്ണിനെടുക്കിയെടുക്കുന്ന ഒരാളായിരുന്നു. ഞാനിപ്പം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ചെറുതായിട്ട് ചേഞ്ച് ആയത്. ഇപ്പൊ വേറെ എന്തൊരു കാര്യം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ട് ശരി, തിരിച്ച് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പറ്റും. എന്തായാലും നമ്മുടെ മനസ്സിനെ ഇനി വേദനിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അടിച്ചമർത്തുന്നില്ല എന്നുള്ള തീരുമാനമായോ? അതും തീരുമാനിച്ചു. പ്ലസ് എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമെന്നും തീരുമാനിച്ചു. ഓക്കെ, തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇനിയിപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഒരു ആശുപത്രിയിലേക്കൊക്കെ വരുമ്പോൾ മരുന്നുകളൊക്കെ ഉള്ള ഒരു ചികിത്സയായിരിക്കുമല്ലോ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഇവിടെ മരുന്നൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ ആ ചികിത്സയെ കുറിച്ചിട്ട് നമുക്ക് തുടക്കത്തിലൊരു എന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടാവുമോ? അങ്ങനെ എനിക്ക് വന്നിട്ടില്ല. കാരണം കുറേയൊക്കെ ഞാൻ അധികം മരുന്ന് കഴിക്കില്ല, എൻ്റെ വീട്ടുകാരും കഴിക്കാറില്ല. പക്ഷെ നേച്ചുറോപ്പതി ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അത്ഭുതം തോന്നിയില്ല. പക്ഷെ ബോഡി സെൽഫായിട്ട് ഇങ്ങനെ റിയാക്ഷൻ തരുന്നത് അത് ഭയങ്കര അത്ഭുതമായിരുന്നു. ശരി, ആ ബോഡിയുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് മൈൻഡ് എന്തോരം സഹായിച്ചു? അതായത് എൻ്റെ മാത്രം ആവശ്യമാണല്ലോ, അപ്പൊ മൈൻഡ് ഫുള്ള് സഹകരിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ശരി, വളരെ ആത്മാർത്ഥമായിട്ടാണ് ചികിത്സയിലേക്ക് കയറിയിട്ടുള്ളത്. ഫാസ്റ്റിംഗ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, മുന്നേ ഞാൻ ഫാസ്റ്റ് ചെയ്തു. പിന്നെ വാട്ടർ ഫാസ്റ്റിംഗ് എനിക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഫാസ്റ്റിംഗിലത്തെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയായിരുന്നു? വിശപ്പ് ഉണ്ടായിരുന്നോ? അതായത് ഞാൻ തീരുമാനിച്ചപ്പോൾ തൊട്ട് ആ നേരം തൊട്ട് എൻ്റെ വിശപ്പ് പോയി. ഓക്കെ. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് മൈൻഡ് കൊണ്ടും കൂടിയാ തുടങ്ങും. എൻ്റെ ഫുൾ മൈൻഡ് വർക്ക് ചെയ്തേ. കാരണം അന്ന് ഞാൻ ഫുഡ് മതിയാക്കി കഴിക്കാൻ പറ്റാതെ. പിന്നെ എനിക്ക് ഫാസ്റ്റിംഗിലേക്ക് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് അല്ലേ ഫസ്റ്റ്, അതിലേക്ക് കടക്കാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കിപ്പോൾ വേണം എന്നുള്ളൊരിത്. പിന്നെ ഞാൻ അധികം അങ്ങനെ പെട്ടെന്ന് തന്നെ വാട്ടർ ഫാസ്റ്റിംഗിലേക്ക് എത്തി. ഫ്രൂട്ട് കഴിഞ്ഞ് ജ്യൂസ് കഴിഞ്ഞ് ഒക്കെ ഒരു ഡേ. ശരി, അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് വാട്ടറായപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച പോലെ പിടിച്ചേക്കാൻ പറ്റിയില്ല. കാരണം അധികം വേദന സഹിക്കുള്ളൊരു. എന്തൊക്കെ വേദനകളാണ് വന്നത്? തലവേദന, തലയിൽ വെയിറ്റ്, പിന്നെ ഇവിടൊക്കെ ഭയങ്കര വേദനയായിരുന്നു, ഛർദി. പിന്നെ ഈ ഭാഗമൊന്നും ഫീൽ ചെയ്യാൻ എനിക്ക് എൻ്റെ ഒരു കിഡ്നി ഇവിടെ ഉണ്ട്, ലെൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ തലവേദന വന്നത് എന്താന്ന് മനസ്സിലായോ? സൈനസിന്റെ ആ കഫം പോയി തീരാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റിംഗ് സമയത്ത് ഈ തലവേദനിപ്പിച്ചത്. ഭയങ്കര ക്രൈസിസിലേക്ക് കൊണ്ട് കുറേ ഛർദിപ്പിച്ച് കളഞ്ഞു. ഇത് ഫ്രീ ആയി, വെളിവായി. അത് മാത്രമല്ല, വർഷങ്ങളായിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു ഹോള് മാത്രമേ തുറന്നിരിക്കും മൂക്ക്. പക്ഷെ ഇപ്പം രണ്ടും ഓപ്പൺ. വെരി നൈസ്. അത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാ ഒരു 3rd 4th ആ ഒരു സമയം തൊട്ടേ. ശരി. അപ്പൊ എന്തായാലും കുറേ മാറ്റങ്ങളാണ് ഇപ്പൊ ഈ സംഭവിച്ചിട്ടുള്ളത്. വയറിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ? വിശപ്പ് നല്ലോണം വന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്. ഇപ്പൊ സദ്യ ആയിരുന്നില്ലേ, എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റാറില്ല. ഞാൻ ഇതുവരെ ഫുള്ള് സദ്യ കഴിച്ചിട്ടില്ല. ഇത് ഫുള്ള് കഴിച്ചെന്ന് മാത്രമല്ല തുടച്ചെടുത്ത് ഇല മുഴുവൻ പഠിച്ചെടുത്ത് തിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വെയിറ്റ് കുറയാന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, ഷുവറാണ്. അത് ഉറപ്പായിട്ടുണ്ട്. നമുക്കിപ്പോൾ മാനസികമായിട്ട് നമ്മൾ നല്ലോണം സപ്രസ് ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്
ശരീരത്തിൽ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടാതെ ഇരുന്നിരുന്നത്. കാരണം എപ്പോഴും ഡള്ളായിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഉറക്കം വരിക, ഒരു ക്ഷീണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ഷോൾഡർ പെയിൻ ഒക്കെ വരിക. അപ്പോൾ ഈ ഷോൾഡർ പെയിനും കാര്യങ്ങളും മാറി. ഇനി ബാക്കിയുള്ള ഇതുപോലെ ഒരു വളരെയധികം ഇങ്ങനെ ഓണായിട്ട് നല്ല ഉന്മേഷത്തിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? കാരണം ഞാനിപ്പം മറ്റേ ഞാൻ നടക്കുമ്പോൾ ഇങ്ങനെ പയ്യെ പയ്യെ നടക്കാം. ഇത് എനിക്ക് തന്നെ നടക്കണേൻ്റെ സ്പീഡിനൊക്കെ വ്യത്യാസം വന്നു. പിന്നെ എനിക്ക് തന്നെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇരിക്കരുത്. ഇപ്പൊ ബുക്ക് വായിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും ആക്റ്റീവായി. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജിയുടെ ഡിഫറൻസ്. പിന്നെ അവിടെ പ്രോഗ്രാംസ് നടക്കുമ്പോൾ ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. എൻ്റെ വാ തുറക്കില്ലായിരുന്നു ഞാൻ. എന്നിട്ട് അവിടുത്തെ ആൻറ്റിമാരൊക്കെ പറഞ്ഞിരുന്നു ഞാനും ആര്യം ഭയങ്കര വ്യത്യസ്ത, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പക്ഷെ നേരെ സ്വിച്ചിട്ട് പോലെ മാറി, ഇപ്പൊ ഭയങ്കര ആക്റ്റീവാണ്. ആക്റ്റീവാണ്. ഇപ്പൊ ജീവിതത്തിൽ ഇപ്പൊ ഫുൾ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. അതെ. ശരിക്കും പറഞ്ഞാല് ബൈസ്റ്റാൻഡർ ആയിട്ടാണ് ഐശ്വര്യ കടന്നു വന്നത്. അതിൽ നിന്നും പേഷ്യൻ്റായി ചികിത്സയിലേക്ക് കയറി എന്നുള്ളത് എന്തായാലും ഫലവത്തായി. അതെ അതെ ആയി. അത് ഇവിടുത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് തന്നെയാണ് പേഷ്യന്റ് ആവാന്നൊരു ചിന്ത തന്നെ വന്നത്. എന്തോരം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത്രയും വർഷത്തെ, ഇപ്പം 22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സ്, 23 വർഷത്തെ ഒരു പഠനത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിലാണ് ഇവിടുത്തെ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെയാവണം, ലൈഫിൽ ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും അല്ലെങ്കിൽ നിയമങ്ങളെ വളരെയധികം കുറച്ചു കൊണ്ടുവരാനും അവരന് ഉപദ്രവമില്ലാത്തത് രീതിയിൽ ഏത് തരത്തിലും ജീവിക്കാം, മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ട്, അത്രയ്ക്കും അങ്ങനെ നിയമങ്ങളെ കുറേ ലഘൂകരിച്ചു കൊണ്ടുവരികയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ലൈഫിലുണ്ടായിട്ടുള്ള മാറ്റം കൊണ്ട് എന്താണ് ഇപ്പോൾ ഇത്ര വരെയുള്ള കാലത്തെ പഠനവും ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള പഠനവും എങ്ങനെയാണ് ഇനി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പോകുന്നത്? കാരണം ഐശ്വര്യയെ സംബന്ധിച്ചിടത്തോളം കുറേയധികം കാലം വലിയ വിഷയങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവുന്നൊന്നും ഇല്ലെങ്കിലും കുറേയധികം ഇങ്ങനെ സപ്രസ് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരിയായി മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അങ്ങനെ മുഴുവൻ പുറത്ത് കിടക്കാൻ പറ്റി എന്നുള്ള തോന്നലുണ്ടോ, അല്ല പറ്റും എന്നുള്ള തോന്നലുണ്ടോ? അതായത് മുഴുവൻ പുറത്ത് കിടക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റും 100% വിശ്വാസമുണ്ട്. കാരണം അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലാണ്. എനിക്ക് ശരിയാവണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ശരിയാവും. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെ ശരിയാവണം എന്നുള്ളത് ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടാണ് പോയത്. അങ്ങനെ അത്രയും നല്ലൊരു കൗൺസിലിംഗ് ആണെങ്കിലും ഭയങ്കര നമുക്കൊന്നും എനിക്ക് കാണുമ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങും. അങ്ങനെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്നപ്പം ചിരിച്ചാ പോന്നെ. പിന്നെ എന്നെ ഇന്നും കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഭയങ്കര എനർജറ്റിക്കാ. ഓക്കെ. ഇപ്പം എന്തായാലും ഉള്ളിൽ നിന്നുള്ള ഇതുപോലെയുള്ള മുള്ളുകൾ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും ആരോഗ്യമൊക്കെ തനിയെ വരും എന്നുള്ളത് തിരിച്ചറിയും. അതായത് ഏറ്റവും എനിക്ക് മനസ്സിലായത്, ഫിസിക്കലി നമ്മൾ എത്ര വീക്കാണെങ്കിലും മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചേക്കാം, ശരീരം കയറി വന്നോളൂ 100% വന്നോളൂ. ഞാൻ മെന്റൽ ഹെൽത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അത് ഞാനായിട്ടിരിക്കണം. അതിനിപ്പോൾ എന്തൊക്കെ പ്രഷർ വന്നാലും അത് മൈൻഡ് ചെയ്യരുത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം. എനിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തണം. അതൊക്കെ നമ്മളായിട്ട് ചെയ്യേണ്ടത്. വേറെ ഒരാളും ഇതാക്കുമ്പോൾ സെൽഫ് മോട്ടിവേഷൻ വേണം. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഒടുക്കത്തെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഇപ്പൊ ജീവിതത്തിൽ നിന്ന് പോകുന്നത് ശരിക്കും. ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ കുറേ പല വിഷയങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കുറേ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാ കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ വിഷയങ്ങളെയൊക്കെ ഇപ്പൊ നോക്കി കാണുമ്പോൾ എന്താ തോന്നുന്നത്? കോമഡി ഉണ്ടായിരുന്നു. എന്തിന്റെ കേടായിരുന്നു തോന്നി തുടങ്ങിയല്ലോ. അത് മതി. നമുക്ക് നമ്മുടെ വിഷയങ്ങളെ ആലോചിച്ചിട്ട് പഴയ കഥകള് ഇതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം ആ സമയത്താണ് നമ്മൾക്ക് ഇതുപോലെ ചിരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത്. അന്ന് നമുക്ക് പറ്റിയില്ല. പക്ഷെ ഇന്നാണെങ്കിൽ പോലും പഴയ കഥകളെ നോക്കിയിട്ട് ഇതുപോലെ കോമഡി ആയിട്ട് തോന്നി ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഡോക്ടർ പറഞ്ഞ പെർസ്പെക്റ്റീവാ അത്. ഞാൻ ഈ വിഷമിക്കുന്ന മൊത്തം കുറെ പ്രാന്തുള്ള സ്ത്രീകളെ പറ്റി അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡോക്ടർ ഞാൻ ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൂടെയും ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാലോ എന്ന് ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്. ദുഃഖത്തിനോടൊരു പ്രേമം കൂടാൻ തുടങ്ങിയിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ, എനിക്കിങ്ങനെ നെഗറ്റീവൊക്കെ ഇങ്ങനെ പറഞ്ഞ ആലോചിച്ചിട്ട് എന്ത് ഇഷ്ടമായിരുന്നു അറിയാം. എൻ്റെ ഏറെ സമയം ഞാൻ അങ്ങനെ ചെലവഴിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പഠിക്കാനൊക്കെ ശ്രദ്ധ കിട്ടാതെ തുടങ്ങി എന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ കാരണം അതായിരുന്നു. കാരണം എന്താ തുറക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തപ്പും, എന്താ മോശമായിട്ട് നടന്നേ, അത് കുറച്ച് നേരം ആലോചിക്കാം, പിന്നെ അതിൻ്റെ പിന്നാലെ പോവേ. ഇപ്പോഴത്തെ അവസ്ഥയോ? ഇല്ല, ഞാൻ ആലോചിക്കുന്ന പോലില്ല. ഒരു ലാസ്റ്റ് 3 days ആയിട്ടാണ് എനിക്ക് 3 days ഞാൻ പറയില്ല, 2 days ആയിട്ടാണ് ഡ്രാസ്റ്റിക്കായി ചേഞ്ച് വന്നത്. അതിന് ശേഷം ഞാൻ ഒരു വട്ടം പോലും എൻ്റെ ഓർമ്മ പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നെഗറ്റീവുകളൊന്നുമില്ല, ഫുൾ പോസിറ്റീവാണ്. അപ്പം ഈ 21 ദിവസം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മൾ 15 ദിവസം അല്ലെങ്കിൽ ഒരു 18 ദിവസം
ഇപ്പം 21 എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് തന്നെ വന്നു. പക്ഷേ ഒരു 1.5 ദിവസം മുൻപല്ലേ ഞാൻ പോകുന്നുള്ളൂ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും എമർജൻസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് നഷ്ടപ്പെടും. ഈ ലാസ്റ്റത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ കുറേ അധികം ഇപ്പം 23 വർഷം പഴക്കമുള്ള വിഷയങ്ങളെയാണ് 21 ദിവസം കൊണ്ടൊക്കെ ശരീരം ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ക്രൈസിസുകളിലൂടെ കുറേ കടന്നുപോയി. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ഹെൽത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ് ബാക്കിയുള്ളതെല്ലാം. എന്തായാലും എല്ലാം ഐശ്വര്യ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ അടിച്ചു പൊളിക്ക് ഇനിയുള്ള ലൈഫൊക്കെ. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയി നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് മറക്കരുത്. അതിൽ കുറേ പെയിനുകളും സംഭവങ്ങളും എല്ലാതും ഉണ്ട്. പക്ഷേ ഒരു റോസാപ്പ് ചെടി എന്ന് പറയുന്നതിൽ പൂവ് മാത്രമല്ലല്ലോ ഉള്ളത്. പൂവുണ്ട്, നല്ല സുഗന്ധമുണ്ട്, അതിൻ്റെ ഒക്കെ ഒപ്പം സൗന്ദര്യം എല്ലാറ്റിൻ്റെ ഒപ്പം തന്നെ അടിയിലേക്ക് മുള്ളുകളുണ്ട്, അതെല്ലാതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ ഇതെല്ലാതും ഉള്ളതാണ്. എല്ലാം കൂടുമ്പോഴേ അതിൻ്റെ ഒരു സൗന്ദര്യം പൂർത്തിയാവുന്നുള്ളൂ. പക്ഷെ മുള്ളു കുത്തുമ്പോൾ സുഖം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ പുറകിൽ ഇരുന്നുകൊണ്ട് ഇത് ഓർക്കണം വേദന ഉള്ളപ്പോഴും. ഇതും ഈ ലൈഫിൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെ. മുള്ളു മാത്രമല്ലല്ലോ, അപ്പുറത്ത് പുഷ്പവും ഉണ്ടല്ലോ എന്ന് പറയുന്നതും കൂടി ഓർക്കണം. ദുഃഖം വരുമ്പോഴേ ദുഃഖത്തിൽ അങ്ങോട്ട് പെട്ട് തലയും കുത്തി വീഴാതെ ദുഃഖമുള്ള സമയത്ത് സുഖമുണ്ടല്ലോ അപ്പുറത്ത്, എന്തായാലും അതും വരും. ഇതിനൊന്നിനും സ്ഥായിയായിട്ടുള്ള ഒരു ഭാവമില്ല. കുറച്ച് നാൾ സുഖം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രഷർ, പിന്നെ കുറച്ച് വിഷമം, പിന്നെ കുറച്ച് ദേഷ്യം, ഇതിങ്ങനെ മാറി മാറിയൊക്കെ വരും. അപ്പോൾ ഒബ്സർവർ ആവുക എന്ന് എപ്പോഴും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യത. ഇതൊക്കെ എല്ലാതും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ആസ്വദിക്കുക. വിഷമം വരുമ്പോൾ കരയുക, ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുക, എല്ലാം ചെയ്യുക. പക്ഷെ ഒരു ഒബ്സർവർ ആയിക്കൊണ്ടുകൂടി എല്ലാ ഭാവങ്ങളും ഇങ്ങനെ നല്ല രസമായിട്ട് ആസ്വദിച്ച് പോവുകയാണെങ്കിലോ അപ്പോൾ ലൈഫ് ഭംഗിയുള്ളതാണെന്ന് പറയാൻ പറ്റും. അപ്പം ഈ ശരിക്കും എല്ലാ ഭാവുകങ്ങളും സന്തോഷമായിരിക്കും. താങ്ക് യു.